Research shows that 2 hours after you quit smoking, your body is free of nicotine. In 6 hours, your blood pressure goes down. In a few days, your sense of smell and taste return. In about 12 months, your risk of heart attack and lung cancer is halved. But right now, you're a heart attack waiting to happen. Every BD cigarette is doing you damage. Quit today. Let's read this out. After a long time, Parva is going to meet Varun. Will he reveal all his secrets or പണ്ടാര ഇത് സ്റ്റാർട്ടാവുന്നില്ലല്ലോ. നേരത്തെ തന്ത്രിയെ കാണാൻ പോയതൊന്നും ചിന്തിച്ചിരിക്കണ്ട. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മെക്കാനിക്കിനെ വിളിച്ചിട്ട് വരാം. ഹലോ അങ്കിൾ, എവിടെ എത്തി? ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. നീ വാ, ഞാൻ വീട്ടിലുണ്ടാവില്ല. തോട്ടത്തിൽ ചെറിയ പണിയുണ്ട്. അങ്കിൾ വരുൺ ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെയോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് എന്നെക്കാളും അടുപ്പം നീയായിട്ടല്ലേ. നിന്റെ കസിൻ പോയ സങ്കടമുണ്ടെന്നറിയാം. നീ അവനെ അധികം ഫോഴ്സ് ചെയ്യണ്ട. പണ്ടത്തെ പോലെ ഓർമ്മ ഇപ്പോഴില്ല. അങ്കിൾ. ಹಲೋ, ಓಲ್ಲ ಯಾನ್ ಆರ್ಲಡುಲ್ಲೆ ಫ್ರೆಂಡ್ ಪಂತೆ ಬರ್ಪೆ ಅಂದು. ಆರ್ಲಡ ಅಲ್ಪ ಆಕ್ಸಿಡೆಂಟ್ ಆಯ್ಬಕ್ಕ ಏರ್ಲ ಪೋಪುಚಿಡೆ ಬಂದು ಗೊತ್ತು ಜನಕ್ಕೆ ಇತ್ತಿನ ಬಲ ವಾವ್ ಬರ್ಪೆ ಕುಂಬೇರಿಯ ಮುಲ್ಪೂರಿ ಕುಲು ఉంది. ആ ഡോറൊന്ന് ചാരിയേക്ക്. Tired. ഹായ് വരുൺ. ഹായ്. എങ്ങനെയുണ്ട് വരുൺ? സുഖമാണോ? ആ, ഇങ്ങനെ തന്നെ ഉണ്ട്. നീ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. താനും. സമയം 10 കഴിഞ്ഞല്ലോ. ഇന്ന് അജുവിൻ്റെ ബർത്ത്ഡേ. എന്താ ഇപ്പോൾ ഒരു സൈലൻറ്റ്? മുമ്പ് എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നല്ലോ. ആരുണ്ടടാ സംസാരിക്കാൻ? ഞാനോ അച്ഛനും മാത്രം. അച്ഛനോട് എത്ര ഓപ്പണായി സംസാരിക്കാൻ പറ്റും? അജയ് മരിച്ചു, നീ ദൂരെ പഠിക്കാൻ പോയി. പിന്നെ ആരുണ്ടടാ സംസാരിക്കാൻ? സംസാരിക്കാൻ തന്നെ മറന്നുപോയി. എൻ്റെ ഉള്ളിൽ നീറിക്കത്തുന്ന ആ കാര്യം ആരോടെങ്കിലും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛനോടും പോലും പറയാത്ത ആ കാര്യം എന്നോട് ഞാൻ പറയാം. അത് മൂന്നാമതൊരാൾ അറിയാതെ സൂക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, മറ്റൊരാൾ ഇതറിയില്ല. എൻ്റെ ഉള്ളിലുള്ളത് കേൾക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അജുവിന് അച്ഛനും അമ്മയും ഇല്ലാത്ത കാര്യം നിനക്കറിയാം. ആകെ കൂടെയുള്ളത് ഞാനും നീയും മാത്രമാണ്. പറ, എന്താ സംഭവിച്ചേ? എന്നെ വിശ്വസിക്കാം. പറയാം, എല്ലാം പറയാം. എനിക്ക് പൈസ വേണമായിരുന്നു, അവനും വേണമായിരുന്നു. പക്ഷേ പൈസ അല്ല,
എന്താടാ? ഇത് വേണോ? ഇപ്പോൾ ഇതേ വഴിയുള്ളൂ. എന്തെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ ആളുകൾ പൈസ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിനക്ക് പൈസ വേണോ വേണ്ടയോ? എനിക്ക് പൈസ വേണം. നീ എന്ത് വേണേലും ആക്കിക്കോ. നീ അത് പൊളിച്ച് എങ്ങനെയെങ്കിലും പൈസ എടുക്കാൻ നോക്ക്. ഞാൻ ആരെങ്കിലും വരുന്നോ എന്ന് നോക്കട്ടെ. വേഗം വേഗം. ഇത് പൊട്ടുന്നില്ല. ഥു, എന്ത് പണ്ടാരം. നീ ഒന്ന് മാറി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. ഇവിടുന്ന് പൈസ എടുക്കാതെ ഞാൻ പോവില്ല. ആരടാ അത്? അത് താഴത്തെ വീട്ടിലെ ഭ്രാന്തനാ. അതയാളല്ല. ആരാണയാൾ? അതൊരു വയസ്സായ അച്ഛനാണ്. അങ്കിള. ആരാണയാൾ? അയാൾ ആരാണെന്നറിയില്ല. Why is this page stuck? പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയില്ല. ഞാനൊന്ന് ഓർത്തെടുത്തോട്ടെ. This page too. Let it be. സഞ്ജുവിന് എന്ത് പറ്റി? അച്ഛാ! അന്നാണ് അജയ് മരിച്ചത്. അന്ന് അവന് പോകാൻ പറ്റിയില്ല. പിന്നെ അവൻ്റെ കാൽ തളർന്നു. പലയിടത്തും ചികിത്സക്കായി കൊണ്ടുപോയി. ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നത്. അവൻ്റെ അമ്മാവനെല്ലാം പറഞ്ഞിരിക്കുമല്ലോ. മോഹൻ എല്ലാം പറഞ്ഞിരുന്നു. ഒരു 2 മിനിറ്റ്. കുഴപ്പമില്ലല്ലോ.
പറ. എന്താ? എന്താണ്? നിനക്കറിയില്ലേ? ഇല്ല. സുഹൃത്ത് മരിച്ചു. നിന്റെ ഈ അവസ്ഥ കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. ആ, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്തേ? എന്നോട് പറ, ഞാൻ പരിഹരിക്കാം. വയസ്സായവരുടെ വാക്ക് നിഷേധിക്കരുത്. അച്ഛാ! നീ എന്തിനാ നിലവിളിച്ചേ? ഞാൻ ഓർക്കുന്നില്ല. അവൻ്റെ ഒച്ച കേട്ട് ഞാൻ അങ്ങോട്ട് പോയി. എണീക്കടോ, എനിക്ക് എണീക്കടോ. വിട്. മോനെ മോനെ എന്തു പറ്റി? അത് എന്ത് പറ്റി? നേരെ പറ. ഇയാൾ എന്നെ അപായപ്പെടുത്തുന്നു. അവൻ്റെ അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നത്. എനിക്കിതിലൊന്നും ഇല്ല വിശ്വാസമില്ല. ഇല്ല, പറ്റുമെങ്കിൽ പരിഹാരം പറയൂ, അല്ലാതെ അങ്ങനെയല്ല. ഭയപ്പെടുത്തി ഒന്നും പറയിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് കുറച്ച് വ്യക്തമായി കേൾക്കൂ. മോനെ നീ വാ, ഇയാൾ പറയുന്നത് എന്തുവാ കേൾക്കാൻ? നിൽക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് പോകൂ. ഛേ, അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്തെങ്കിലും ഓർമ്മ വന്നോ? വയസ്സായവരുടെ വാക്ക് നിഷേധിക്കരുത്. 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 അപ്പൊ അന്ന് വന്ന വയസ്സായ എന്താ? നമ്മൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്ന കാര്യം ഇയാൾ അറിഞ്ഞു. എൻ്റെ പാപവും പുണ്യവും അളന്നു നോക്കിയാൽ പാപം തന്നെയായിരിക്കും കൂടുതൽ. ഐ തിങ്ക് ഹീ നോസ് എവറിത്തിങ്. അയാൾ ആരാണെന്ന് അറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയില്ല. ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഹീ ഈസ് ഹൈഡിങ് സംതിങ് ഫ്രം മീ. സഞ്ജു വേഗം. ಓದಿರುಲೈನ ಕತೆ ನನ್ನಲ ಮಸ್ತುಂಡು. ದ ಸ್ಟೋರಿ ಈಸ್ ನಾಟ್ ಯೆಟ್ ಫಿನಿಶ್ಡ್. Every question mark will have a full stop. ലെറ്റ്സ് സീ.